ഇനി ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടമുണ്ടായി. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. 3 മലയാളികളും 14 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ വലിയ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ വണ്ടി ഇങ്ങോട്ട് വന്ന് വീഴുന്നത് കണ്ടു. പിന്നെ പെരുത്ത സൗണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാറി കൂകി എല്ലാരെയും വിളിച്ചു. നേരത്തെ എല്ലാവരും വന്നു. അപ്പം രണ്ടുപേരാ വഴി ഇവിടെ ഞങ്ങൾ വരുന്നിടത്ത് കിടപ്പുണ്ട്. പക്ഷെ അവർക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. ആ തെങ്ങുള്ള കാരണം അവിടെ തങ്ങിയിരുന്നല്ലേ അങ്ങ് പോയേനെ. അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ നാട്ടുകാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടതോടെ സംഘർഷമുണ്ടായി. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പോലീസ് പറയുന്നു. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേർന്നു. ബെൻസൺ, ഈ അപകടവുമായി ലിൻഡോ ജോസഫ് MLAയുടെ പ്രതികരണത്തിലേക്ക്. അത് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ DYSPയും SPയും ഇപ്പൊ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഈ അപകടത്തിന് ഇരയായ കാരണം അതെന്താണെന്ന് അറിയണം. സംഘർഷാവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയൊക്കെ അവിടെ പരിഹരിക്കപ്പെട്ടോ? ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൂടി. സേതുലക്ഷ്മി, വൈകിട്ട് 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ മേലേക്കൂമ്പാറയ്ക്ക് സമീപമാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഇത് ഈ കക്കാടംപൊയിലിൽ നിന്നും ഈ ഒരു വാർക്കപ്പണിക്ക് ശേഷം തൊഴിലാളികളുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെടുകയായിരുന്നത്. മലയോര ഹൈവേ ആണ്, വലിയ ഇറക്കമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതിലെ വാഹനത്തിൽ വരുമ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വലിയ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ അപകടം നടക്കുമ്പോൾ 17 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 17 പേരിൽ 3 മലയാളികളും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുമായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിന്റെ മുകളിൽ ഈ വാർക്കപ്പണിക്ക് ഉപയോഗിക്കുന്ന മറ്റ് യന്ത്രങ്ങളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ വാഹനത്തിന്റെ മുകളിലടക്കം കയറി തൊഴിലാളികൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ താഴ്ചയിലേക്ക് പതിച്ചപ്പോൾ നിരവധി ആളുകൾ തെറിച്ചു വീഴുകയും ഈ വാഹനത്തിന് അകത്തുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഇതിൽ 15 പേർക്കും തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. അതിൽ ഒരാളുടെ മരണമാണ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാൾ അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കോടുകൂടി തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 17 പേരുണ്ടായിരുന്നു. അതിൽ 16 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ അതീവ ഗുരുതരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് മരിച്ചത്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഈ അപകടം നടന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും ചേർന്നിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചതും ആളുകളെ ആശുപത്രിയിലേക്ക് ആക്കിയതും. തുടർന്ന് ഈ വാഹനം ഈ കുഴിയിൽ നിന്നും പൊക്കി മാറ്റുന്നതിനായിട്ടുള്ള ശ്രമത്തിനായി നിരവധി നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിരുന്നപ്പോൾ തിരുവമ്പാടി സ്റ്റേഷനിൽ നിന്നും CI അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയും അവിടെ കൂടി നിന്നിരുന്ന ആളുകളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതാണ് വലിയൊരു സംഘർഷത്തിലേക്ക് പോയത്. ആ സമയത്ത് അവിടെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, അദ്ദേഹത്തിന്റെ വീടും അവിടെ കൂമ്പാറ തൊട്ട് സമീപത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അവിടേക്ക് എത്തുകയും കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ നാട്ടുകാരുമായി പോലീസ് വലിയ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതിനിടയിലാണ് ഇവരെ പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനായി ശ്രമിച്ച ലിൻഡോ ജോസഫ് MLAക്കെതിരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും തുടർന്ന് MLA പോലീസിനോട് കയർക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അങ്ങനെയാണ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. തുടർന്ന് ശരി ബെൻസൺ, ഒരു വലിയൊരു അപകടം തന്നെയാണ് നടന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടമുണ്ടായി. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരം, കാരണം അതിന് പിന്നാലെ അവിടെ ഒരു സംഘർഷാവസ്ഥയൊക്കെ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ.